വലൈക്കും സലാം. സയ്യിദ്. ഒന്ന് ചെറിയ വിശദീകരണം കൊടുക്കും ഉസ്താദെ. ഇത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, പിന്നെ ഹസൻ ദാരിമി ഉസ്താദ്. ഞങ്ങളെ ഭയങ്കര വാളക്കുടയിലെ ഹത്തീബൊക്കെയാണ്. നിങ്ങളുടെ നാട്ടിലാണ് പോന്നിട്ടുള്ളത്. സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി എന്നിട്ട് നമുക്ക് മുപ്പതിലേക്ക് പോവാം. പിന്നെ എൻ്റെ സുഹൃത്താണ്, മഞ്ചേരി തൃക്കലങ്കോട് പഞ്ചായത്ത് കുട്ടശ്ശേരി ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എൻ്റെ സ്നേഹിതൻ സഴീദ് മുസ്ലിയാർ. ഞങ്ങൾ ഒപ്പം പഠിച്ചവരാണ്. ഒപ്പം പഠിച്ചവരാന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലൊരു 2-3 വയസ്സ് കൂടുതലുണ്ടാവും അദ്ദേഹത്തിന്. ഞങ്ങൾ കൂടുതൽ ഒപ്പം പഠിക്കാറുമ്പോൾ ആ കാലത്ത് ഇതൊക്കെ അറിയാമല്ലോ. മൂപ്പര് അന്ന് തന്നെ ഒരു നമ്മളിപ്പം നിങ്ങൾ കണ്ടല്ലോ അംഗപരിമിതി. എനിക്ക് അംഗപരിമിതി ഉണ്ട് എന്നുള്ളത് മൂപ്പർക്ക് തോന്നിയിട്ടില്ല. ആ അംഗപരിമിതി വെച്ചിട്ട് മൂപ്പര് വേറെ ആൾക്കാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുമില്ല. പിന്നെ അത് എനിക്കൊരു സഹതാപം കിട്ടണമെന്ന് മൂപ്പര് ആഗ്രഹിച്ചിട്ടില്ല. അടിപിടി ഞങ്ങൾ സ്കൂളിലും കുട്ടിക്കാലത്തും മദ്രസയിലൊക്കെ പോകുമ്പോഴേ നല്ല വിദഗ്ധമായിട്ട് നമ്മളതേപോലെ നീന്താനും കളിക്കാനും ഇതിനും മൂപ്പരെ ഇതായിട്ടുള്ള പെങ്ങള് സുലൈമാന് ആരുടെ അമ്മായിൻ്റെ കുട്ടി ഓലൊക്കെ അതിന് ഒരു സെറ്റ് ടീമായിട്ട് നടന്നിരുന്നു. നല്ലോണം പഠിക്കും ചെയ്യും. മുസ്താമാർക്കും മാഷന്മാർക്കും ടീച്ചേഴ്സിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, ശിഷ്യനായിരുന്നു. പിന്നെ അങ്ങനെ മൂപ്പര് ഇപ്പം ഒരു ഭക്തൻ കൂടിയാണ്. മതരംഗത്ത് ഒരു ഭക്തന് ആയിട്ട് ജീവിക്കണ ശാന്തമായിട്ട്, പിന്നെ വിഭാഗീയതകളിലൊന്നും ഇടപെടാതെ ശാന്തമായി ജീവിക്കണം. അപ്പം ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എന്നുള്ളത് ഉണ്ടാക്കാൻ കാരണം എങ്ങോട്ട് പോവുകയാണെങ്കിലും മൂപ്പർക്ക് വണ്ടി വിളിച്ചു പോകണം. നിങ്ങളിപ്പോൾ കണ്ടല്ലോ നടക്കാൻ പ്രയാസമാണ്, നമ്മളെ പോലെ വേഗം നടക്കാൻ കഴിയില്ല. അപ്പോൾ വണ്ടി വിളിച്ചു പോകണം. അപ്പോൾ അതിന് മൂപ്പര് സ്വയം ആഗ്രഹിച്ചതാണ് ഒരു വണ്ടി എനിക്ക് വേണമെന്നുള്ളത്. അത് വാങ്ങാൻ വേണ്ടി ഒരു 1.5 വർഷം മുമ്പ് പെരിന്തൽമണ്ണ പോയി. ചുരുക്കാൻ നമ്മൾ പറഞ്ഞു പോയിട്ട് പെരിന്തൽമണ്ണ പോയപ്പം പിന്നെ അവിടുന്ന് പിന്നെ മൂപ്പര് ഒരു ഷോപ്പിൽ വണ്ടി വാങ്ങണ ഒരു സ്പോർട്സ് വണ്ടി കണ്ടപ്പോൾ ആ സ്പോർട്സ് വണ്ടി മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിലയും പറഞ്ഞപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പോൾ ആ കടക്കാരൻ തന്നെ അവരോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വില കൂടുതലാണ്, മൈലേജും അത്ര കിട്ടില്ല, അപ്പോൾ നിങ്ങൾ വാങ്ങണ്ടാന്ന്. അതിൽ മൂപ്പര് ഉടനെ ഓലോട് തിരിച്ചു ചോദിച്ചത് എന്നാലും എനിക്ക് സ്വയം ഓട്ടാൻ പറ്റിയ ഒരു വണ്ടി നിർമ്മിക്കാൻ കഴിയുമോ, നമുക്ക് നിർമ്മിച്ചൂടെ എന്ന്. അങ്ങനെ ചോദിച്ചപ്പം അവർ അതിന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നിർമ്മിക്കാറുണ്ട്. അവിടുന്ന് അതിനുള്ള സംഗതികളൊക്കെ നോക്കി. പിന്നെ ഈ ബൈക്കിൻ്റെ ചെങ്ങലൊക്കെ വെച്ചിട്ടുള്ള സംവിധാനമായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് ഒരു വീലിനെ ഘടിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അത് ഘടിപ്പിച്ചപ്പോൾ മൂപ്പര് ഉദ്ദേശിച്ച രൂപത്തിൽ അതാവില്ല എന്ന് പറഞ്ഞാൽ ആ ശ്രമം പരാജയപ്പെട്ടു. പക്ഷേ മൂപ്പര് പരാജയപ്പെട്ടില്ല. മൂപ്പര് പിന്നെയും അതിൻ്റെ പിന്നാലെ പോയിട്ട് അളിയന്മാർ മൂപ്പര് 2 അളിയന്മാരുണ്ട്. മഞ്ചേരി വട്ടപ്പാറ സ്വദേശിയാണ് ഭാര്യ. അപ്പോൾ അവരുടെ അളിയന്മാരായിട്ട് ബന്ധ ഒരു വെൽഡർമാരാണ്. അവരെ ബന്ധപ്പെട്ട് ഇങ്ങനെ സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് 1 വർഷത്തെ ശ്രമമാണിത്. ഇപ്പോൾ ഒരു വിജയിച്ചു. പിന്നെ ഉസ്താദേ, പിന്നെ എന്താ ഇത് എത്ര 1 വർഷം എടുത്തു? 1 വർഷത്തിൻ്റെ ഇതിന്റെ എന്തൊക്കെ സാധനങ്ങളാണ്? നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 4 വരെ പോയിട്ടുള്ളൂ. മാഷാ അല്ലാ. ഇപ്പൊ ഏത് മദ്രസ അധ്യാപകനാണ്? എവിടെ പഠിപ്പിക്കണത്? ആണല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നേട്ടാണ് താങ്കൾ. പിന്നെ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജിയോ അല്ലെങ്കിൽ വലിയ IIT-കളിലോ ഒന്നും പഠിക്കാത്ത ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്തു നിന്നും വലിയൊരു നേട്ടം ഉണ്ടാക്കിയുള്ളത്. ശരിക്കും ഒരു ജീപ്പിൻ്റെ ഒരു വലിയ രൂപം തന്നെയാണ് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളത്. എന്തെങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണത്തെ പ്രയാസം തന്നെ. അടുത്തൊരു വീട്ടിൽ വേണമെങ്കിൽ വരെ ഒരു ഓട്ടോറിക്ഷ ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ്. ഓട്ടോറിക്ഷക്കാർ ചെറിയ ഓട്ടമാകുമ്പോൾ അവരെ കരുതമാര് കിട്ടൂല. പിന്നെ 5 രൂപ ഉണ്ടാകുമ്പോൾ അങ്ങനെ ആരെങ്കിലും അയൽവാസിയാണ്. മറ്റുള്ളവരെ ആശ്രയിക്കണം വണ്ടിക്ക്. അപ്പൊ സ്വയം ഒരു വണ്ടി ഉണ്ടാക്കി. അത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ ഇതിന്റെ ബേസിക് അടിസ്ഥാന കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് മനസ്സിലായത്? പല ഭാഗത്തും പോയി നോക്കിയിട്ട് പല വണ്ടികളും കണ്ടു നോക്കിയിട്ടുണ്ട്. അതിനായിട്ട് കിട്ടിയതിന്റെ ഒരു പ്ലാനിങ് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. സ്പോർട്സ് വണ്ടി ഇന്ന് കിട്ടിയ പ്ലാൻ. പിന്നെ ഈ മല കയറി കൃഷിയിടത്തൊക്കെ പോകുന്ന വണ്ടി കണ്ടപ്പോൾ അതെടുക്കാൻ തന്നെ വിചാരിച്ച് പോയത്. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല, കൺട്രോളും കിട്ടൂല. സ്പോർട്സ് വണ്ടി എടുക്കാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നിങ്ങളെ ശരീരത്തിന് അനുയോജ്യമല്ല. എന്തായാലും വേറെ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് നടക്കൂല. അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കി. എനിക്കൊന്നും കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംവിധാനം.
ഒരുപാട് പേരുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇത്രയും പിന്നെ നമ്മളത്രയൊന്നും ഇതില്ലാത്ത മീൻസ് ഉദ്ദേശിച്ചതല്ല. മാനസിക സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളെക്കാളും സ്ട്രോങ് ആണ്, പവറാണ്. ഒരുപാട് കാര്യങ്ങൾ ആധ്യാത്മിക തരത്തിലും മതരംഗത്തും സാമൂഹ്യ രംഗത്തും ചാരിറ്റി രംഗത്തൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ കാര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ലല്ലോ. എന്നെ കൊണ്ട് സാധിക്കൂല, പച്ചക്ക് പറയല്ലോ, എന്നെ കൊണ്ട് പറ്റൂല. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ അതിന് ഉപയോഗിച്ചോളൂ പറഞ്ഞേരി, നടന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കി. ടയർ ഇതൊക്കെ എന്താ, ഇവിടത്തൊക്കെ ഈ മെറ്റീരിയൽ എന്താ? കാറിൻ്റെ ടയറാണ്, പിന്നെ ബാറ്റ് നമ്മൾ കറണ്ട് വണ്ടിൻ്റെതാണ്, പിന്നെ മെഷീനും കറണ്ട് വണ്ടിൻ്റെതാണ്, മോട്ടർ കറണ്ട് വണ്ടിൻ്റെ, എഞ്ചിനൊന്നുമില്ല. കറണ്ട് വണ്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും അല്ലേ. അപ്പൊ ഇത് സ്വയം യൂട്യൂബൊക്കെ നോക്കുക അങ്ങനെയാണോ? യൂട്യൂബ് ഇതൊരു പ്രചോദനം തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് കുറെ കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ശ്രമം വിജയിച്ചോ? ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. സാധനങ്ങൾ അത് വണ്ടിക്ക് താങ്ങാവുന്നതിലപ്പുറം ഭാരം ഇരുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അത്ര വണ്ടി നിർമ്മിച്ച് പരിചയ ആളുകളും ഒന്നല്ല, ഒരു കുട്ടികളെ ടോയ്സ് മെക്കാനിക്കിന്റെ ആൾക്കാരാണ്. അതുപോലെ യുക്തിക്ക് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു ഇത് ചെയ്തു നോക്കി. പക്ഷെ ഇരുമ്പിന്റെ ഭാരം കൂടിയിരുന്നു. അതിന് വെട്ടിവെച്ച ഇരുമ്പുകളാണ്, ഇതിന്ന് ഒഴിവാക്കിയ ഇരുമ്പുകളാണ്, വണ്ടിക്ക് താങ്ങാത്ത ഇരുമ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വെട്ടി ഒഴിവാക്കിയാണ്. അത് ഇവിടെ അല്ല, അത് മഞ്ചേരിയാണ്. അതാണ് അതിന്റെ സാധനങ്ങൾ അയിമന്ന് ഒഴിവാക്കിയിട്ട സാധനങ്ങൾ. ഇപ്പൊ സിമ്പിളായിട്ട് വെച്ചതാണ്. പിന്നെ ഓട്ടോറിക്ഷന്റെ ചേസും ടൈമ്, പിന്നെ മാരുതി കാറിന്റെ എന്തോ പിന്നെ ബിൽ കപ്പും സാധനങ്ങൾ, പിന്നെ ഓയിൽ ഇതൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നത്. സീറ്റ് സാധാ ഒരു വണ്ടിന്റെ ഏകദേശം നിൽക്കുന്ന രീതിയിലുള്ളൊരു അടിപൊളിയുള്ള സംഭവം. പിന്നെ ഇതന്നെ സെയിം ജീപ്പ് തന്നെയാണ്, അടിപൊളി സംഭവം. സന്തോഷം ഇങ്ങനെ ആയപ്പോ എന്റെ കുട്ടികളെന്ന് പറയും, കുറേ ഒരു വർഷം മുമ്പേ പറയുന്നത് മൂത്താപ്പ ജീപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ സാധാരണ കുട്ടികൾക്ക് സാധാരണ അങ്ങനെ ടോയ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തം ഉണ്ടാക്കി വെക്കുന്ന ആളാണ്. അങ്ങനെ അത് ആദ്യത്തിൽ ഞാൻ അത്ര ഗൗരവം എടുത്തിട്ടില്ല, കാരണം എല്ലാ സംഗതികളും ഉണ്ടാക്കി വെക്കുന്ന ആളാണ്. എല്ലാ സംഗതികളും ചെയ്യും. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് കളിക്കാത്ത സംഗതികൾ അങ്ങനെ സംഭവമുണ്ടല്ലേ ആ സമയത്ത്. അങ്ങനെയൊക്കെ ഓരോരോ വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന പിന്നെ കുട്ടികൾ കൗതുക വസ്തുക്കളായിട്ട് സ്കൂൾക്ക് സാധനങ്ങൾ കയറ്റുന്നതോ കോൺഫിഡൻസ് ആണ് കേട്ടോ. ഞങ്ങൾ പോട്ടെ, സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയ വലിയ റാത്തായി. വലിയ മികച്ചൊരു അച്ചീവ്മെന്റ്. അതും ഇവിടെ നിന്നും ഏതായാലും ഇനിയും ഒരുപാട് ഇങ്ങനത്തെ സേവനങ്ങൾ ഉണ്ടാവട്ടെ. എന്താ ആളുകളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒരു മെസ്സേജ് നിലയ്ക്ക് ജീവിതം തളരാനുള്ളതല്ല അല്ലേ, ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും ആർക്കും. അതിനല്ല ഉസ്താദിന് പറയാനുള്ളത്. അത് മനസ്സിലായി. എന്താ ഉഷാറായി. അൽഹംദുലില്ലാ, നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം.